ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിൻ്റെ താഴെ കുറേ കമൻസൊക്കെ വന്നായിരുന്നു. കുറേ അല്ല, 1-2 കമൻസൊക്കെ വന്നായിരുന്നു. ബ്രോ മറ്റേ ചാനൽ എന്ത് പറ്റി, മൂവി ഡീകോഡിങ് ഇട്ട ചാനൽ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. ആ ചാനൽ ജസ്റ്റ് ഒന്ന് ഹാക്കായി പോയായിരുന്നു. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ചാനൽ ഹാക്കാവാനുള്ള കാരണം. അപ്പോൾ ശരിക്കും വിഷമമുള്ള കാര്യം തന്നെയാണ്, കാരണം അത്ര നല്ലൊരു വീഡിയോസ് കിട്ടുന്നൊരു ചാനലായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ചാനലായിട്ട് ഈ ചാനൽ തുടങ്ങിയത് എന്തായാലും നന്നായി. ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഈ കൊമിക് വീഡിയോസ് ഇല്ലേ, സൂപ്പർ ഹീറോ വീഡിയോസിൻ്റെ ഒരു ഡീകോഡിങ് വീഡിയോ ഇടാനായിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇനി ആ ഒരു ചാനൽ തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല, ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം സൂപ്പർ ഹീറോ ഒരു മൂവിയുടെ ഒരു ഡീകോഡിങ് വീഡിയോസും ട്രെയിലർ ബ്രേക്ക് ഡൗണും പിന്നെ ഈ നോർമൽ നമ്മുടെ മോളിവുഡ് ടൈംസ് ഫാൻറ്റസി ആയിട്ടുള്ള ഒരു മൂവി ആ പഴയ ചാനൽ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സെയിം സംഭവം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഈ ഒരൊറ്റ ചാനലിൽ 2 ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. ബ്രഹ്മയുഗത്തിന് ശേഷം നമ്മുടെ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത ഒരു ഡാർക്ക് പടമാണിത്. ശരിക്കും ഈ ഒരു ഏജ് ഓഫ് ഇല്യൂഷൻ അർത്ഥമാക്കുന്നത് തന്നെ ബ്രഹ്മയുഗം, അത് തന്നെയാണ്. അതായത് ഒരു മായയുഗം, എല്ലാം ഒരു മായമാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏജ് ഓഫ് ഇല്യൂഷനും അർത്ഥമാക്കുന്നത്. സോ ഇതിനെപ്പറ്റി കുറേ റൂമേഴ്സൊക്കെ ഉണ്ട്. ഈ ബ്രഹ്മയുഗവും ഒടിയൻ, ഈ പുതിയതായിട്ട് ഇറങ്ങാൻ പോണ ഒടിയൻ ഏജ് ഓഫ് ഇല്യൂഷനും സെയിം യൂണിവേഴ്സാന്നുള്ള കാര്യം. സെയിം ഡയറക്ടറാണ്, പിന്നെ സെയിം ഒരു ഡാർക്ക് ഫാൻറ്റസിയിലാണ് വരുന്നത്. ബിസ്ക്കറ്റല്ല കേട്ടോ, ഡാർക്ക് ഫാൻറ്റസി ഒരു സിനിമയിലാണ് വരുന്നത്. സോ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ 2 സിനിമകളും സെയിം യൂണിവേഴ്സ് ആണെന്നാണ് മിക്ക റൂമേഴ്സും പരക്കണത്. നമ്മുടെ ഈ ഒടിയൻ കോൺസെപ്റ്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കത്തി ജ്വലിച്ചിരുന്ന ടൈമൊക്കെ ആയിരുന്നു 2017 ഒരു സിനിമ അനൗൺസ് ചെയ്തായിരുന്നു. ആ ടൈമിൽ ഒടിയൻ, ടൈറ്റിൽ ഒടിയൻ, അത് നമ്മുടെ ലാലേട്ടനെ വെച്ചുകൊണ്ട് അന്ന് കേരളം ഉണ്ടാക്കിയ ഓളൊക്കെ വേറെ ലെവലായിരുന്നു. കാരണം അന്ന് എന്താ പറയുക, ഈ ഒടിയൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്ത് നോക്കിയ ടൈമായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നാണ് ഈ ഡീകോഡിങ്ങും പരിപാടികളൊക്കെ കൂടുതൽ ഉണ്ടായത്. പക്ഷെ നമ്മൾ കേട്ട കഥകളായിരുന്നില്ല ലാസ്റ്റ് സിനിമയൊക്കെ ഇപ്പോൾ ഉണ്ടായത്. കുറച്ച് നിരാശപ്പെട്ട രീതിയിലായിരുന്നു കഥകളൊക്കെ ഉണ്ടായിരുന്നത് സിനിമയ്ക്കകത്തുള്ളത്. പക്ഷേ ഇനി ഉണ്ടാകാൻ പോണ ഈ ഒരു ഒടിയൻ്റെ കഥ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല, അത് ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം രാഹുൽ സദാശിവനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ബ്രഹ്മയുഗവും ഡൈസറൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ് രാഹുൽ സദാശിവൻ. പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹൊറർ ഡാർക്ക് മിത്തോളജി ആണ് കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്തുള്ള ഒടിയൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെയാണ് ചാത്തന്മാരെ ആരാധിച്ച ഒടിയൻ്റെ കഥ വരുന്നത്. അതായത് ഈ ഒരു സിനിമ ബ്രഹ്മയുഗത്തിൻ്റെ വേൾഡിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വരാനും ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, ദളിതർ. ഇവരെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ജന്മിമാർ. അന്നത്തെ കാലഘട്ടത്തിലെ കഥ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ജന്മിമാർ ആവശ്യമില്ലാണ്ടുള്ള രീതിയിൽ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും. കൂലിയോ അവർക്കുള്ള ശമ്പളമോ നാണയങ്ങളോ ഒന്നും തന്നെ കൊടുക്കില്ല. ഇവരെ കൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണിയെടുപ്പിക്കുക, എന്നിട്ട് ദ്രോഹങ്ങൾ ചെയ്യുക. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ഒരു നിയമം. പിന്നെ ഈ ഒരു ദളിതർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ആരാധിക്കാനായിട്ട് ദൈവങ്ങളൊന്നും ഉണ്ടായില്ല. ഇവരെ അമ്പലത്തിൽ പോലും കയറ്റില്ല. അങ്ങനെ ആരെങ്കിലും അതിക്രമിച്ച് അമ്പലത്തിൽ കയറി അവരുടെ ദൈവത്തിനെ, അതായത് ഈ ജന്മി ആൾക്കാരുടെ ദൈവത്തിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ കൊല്ലും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ദളിതരിൽപ്പെട്ട ഒരാൾ സ്വന്തം കൈ കൊണ്ട് തന്നെ ഒരു ചാത്തനെ സൃഷ്ടിക്കും. അതായത് അന്നത്തെ കാലത്ത് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, കാരണം അന്ന് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ നരയിക്കേണ്ടി വരില്ല എന്നൊരു തോട്ടായിരുന്നു ആ ദളിതർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ദൈവവിശ്വാസം ഇല്ലാത്തവർ ചാത്തന്മാരെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ എന്താ പറയുക, ഒരു സ്വന്തം കൈ കൊണ്ട് തന്നെ ഇയാളൊരു ചാത്തനെ സൃഷ്ടിക്കും. അങ്ങനെ ഇയാൾ ആ ചാത്തനെ തീയിലിട്ട് ചുടും. അതിനുശേഷം ആ ഒരു ചാത്തനെ ഇയാളൊരു പേരിടും, കരിങ്കുട്ടി ചാത്തനൊരു പേരിടും. അതിനുശേഷം ഇയാൾ ഈ ഒരു ചാത്തനെ ആരാധിച്ച് ലാസ്റ്റ് ആ ചാത്തൻ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷമാവും. അങ്ങനെ ചാത്തന്മാരെ ആരാധിച്ച ഏക വ്യക്തിയായിട്ട് ഇയാളോട് അറിയപ്പെടും. അങ്ങനെ ഈ ചാത്തൻ പ്രത്യക്ഷമാകുമ്പോൾ ഈ ചാത്തൻ സ്വാഭാവികമായിട്ട് ചോദിക്കും, നിനക്ക് എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, എനിക്ക് ഈ വരായിട്ടൊന്നല്ല വേണ്ട, എനിക്ക് ഈ ജന്മിമാരെ എതിർക്കുന്നൊരു ശക്തി വേണം, എന്നൊരു അമാനുഷികനായി മാറ്റണമെന്ന് പറയും. സോ ഒബ്വിയസ്ലി ചാത്തന്മാർക്ക് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റില്ല, അതായത് ഒരു ശക്തി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചാത്തൻ്റെ ശക്തി വെച്ചിട്ട് ഇയാളെ ഒരു മനുഷ്യൻ എന്നുള്ള രീതി മാറ്റി വേറൊരു കോൺസെപ്റ്റ് രീതിയിൽ കൊണ്ടുവരും. അങ്ങനെ കൊടുക്കുന്ന ഒരു ശക്തിയാണ് ഒടിയൻ. അങ്ങനെ ഈ ചാത്തൻ തന്നെ ഇയാൾക്ക് കൊടുക്കുന്ന ഒരു ശക്തിയാണ് ഒടിയൻ. സോ ഇവിടെയാണ് ഒടിയൻ്റെ ഒരു
ബർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് ഒടിയൻ ഉണ്ടാകുന്നത് ഈ ഒരു ടൈമിലാണ്. പിന്നെ ഈ ഒടിയന്മാർക്ക് ഒടിവേഷം കെട്ടണമെങ്കിൽ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഒടിമരുന്ന് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സംഭവം എന്ന് പറയുമ്പോൾ ഈ ചെവിയുടെ ബാക്കിൽ ഈ കർണത്തിൻ്റെ ഭാഗത്തായിട്ട് പുരട്ടും. അങ്ങനെ അത് പുരട്ടി കഴിയുമ്പോൾ ഈ ഒടിയന്മാർക്ക് ഏത് വേഷം വേണമെങ്കിലും കെട്ടാം. സോ അതിനുശേഷം ആരെ വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള രീതിയിലാണ് മിക്ക സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതും. സോ ഈ ഒരു സാധനം തന്നെയാണ് ഈ എല്ലാ ഒടിയന്മാരുടെ കഥയിലും വരാൻ പോകുന്നതും. സോ ഈ ഒരു ഒടിമരുന്ന് എങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനും വലിയ ഡാർക്കാണ്. ഈ പൂർണ്ണ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ സന്ധ്യാസമയത്ത് പുറത്തിറങ്ങി നടക്കും. അപ്പോൾ ഈ ഒടിയന്മാർ അവിടെ എത്തിയിട്ട് അവരെ വശീകരിച്ച് അവരെ കൊല്ലും. അതിനുശേഷം അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭ്രൂണം വേർതിരിച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഒടിമരുന്ന് ഉണ്ടാക്കുന്നത്. അതായത് ഒരു കുഞ്ഞിനെ കൊന്നു തന്നെ, കുഞ്ഞ് ജനിക്കുന്നില്ല, അതിന് മുമ്പ് കൊന്നിട്ട് ഉണ്ടാക്കുന്നതാണ് ഒടിമരുന്ന്. സോ അതിനുശേഷം ആ ഒടിമരുന്ന് എടുത്ത് പുരട്ടി കഴിഞ്ഞാൽ ഒടിയന്മാർക്ക് ഏത് രൂപം വേണമെങ്കിലും. അങ്ങനെ ഒടിവേഷം കെട്ടി തൻ്റെ ഇരയ്ക്ക് വേണ്ടി രാത്രി മൊത്തം ഒരു കാട്ടിൽ കാത്തിരുന്ന് തൻ്റെ ഇര വരുന്ന ടൈം ആകുമ്പോൾ അയാൾക്ക് എതിരെ പോത്തോ കാളയോ എന്തെങ്കിലും ആയി കുതിച്ച് ചാടി കൊല്ലുന്നൊരു ടെക്നിക്കാണ് ഈ ഒടിയന്മാർ നോക്കിക്കൊണ്ടിരുന്നത്, അതായത് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് മാത്രമല്ല, വേണ്ടി വന്നാൽ കൊല്ലാനുള്ള ഉഗ്രവിഷമുള്ള ഒരു പാമ്പുണ്ടായിരുന്നു പണ്ട്, കരിങ്കോലി സർപ്പം. അത് ഈ ഹിന്ദു മിത്തോളജിയിലുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു കരിങ്കോലി സർപ്പത്തിൻ്റെ വിഷം ഈ ഒടിയന്മാരുടെ കയ്യിലുണ്ടാവും. അത് വെച്ച് വിത്തിൻ സെക്കൻഡ് ഈ ഒരു ഒടിയൻ്റെ എതിരാളിയെ ഒടിയനെ വേണമെങ്കിൽ വകവരുത്താം. അതിനുശേഷം പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മെത്തേഡായിട്ട് ഈ ഒടിയന്മാർ ഈ കരിങ്കോലി സർപ്പമായി മാറും. വിത്തിൻ സെക്കൻഡ്സ് മതി ഒടിയന്മാർക്ക് പല രീതിയിലുള്ള രൂപമാറ്റങ്ങൾ വരുത്താനായിട്ട്. അതായത് ഒരു ഭ്രൂണത്തിൽ നിന്ന് എടുത്ത ആ ഒരു മരുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മൊത്തം ഒടിയന്മാർക്ക് ഏത് വേഷം വേണമെങ്കിലും ആവാൻ പറ്റും മന്ത്രം ഉപയോഗിച്ച്. പിന്നെ ഈ കരിങ്കോലി പാമ്പ് ഒരു സാധാരണ പാമ്പും കൂടിയല്ല, ഇതൊരു ഉഗ്രവിഷമുള്ളൊരു സർപ്പ വിഭാഗത്തിൽ പറഞ്ഞൊരു പാമ്പാണ്. പുറത്ത് ഈ പാമ്പിൻ്റെ നിറം എന്ന് പറയുമ്പോൾ തന്നെ പുറത്തുള്ള ഭാഗത്ത് നല്ല കരിങ്കല്ലിൻ്റെ നിറവും ഈ വയറിൻ്റെ ഭാഗം നല്ല ചോരയുടെ ചുവപ്പുള്ളൊരു പാമ്പാണ്. പിന്നെ ഈ പാമ്പിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ പാമ്പ് ഈ കുളക്കോഴി മറ്റ് കോഴികളൊക്കെ കൂവല്ലേ, അതുപോലെ കിടന്ന് കൂവും. പിന്നെ തലയ്ക്ക് മേളിൽ പൂവും ഉണ്ട് ഈ പാമ്പിന്. അങ്ങനെ ഈ കരിങ്കോലി സർപ്പത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു പാമ്പിൻ്റെ വിഷമാണ് അന്നത്തെ ആൾക്കാർ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു തെളിവില്ലാണ്ട് കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ഒരു 2 പാമ്പുകൾ, അതായത് ഒരു ആണും പെണ്ണും, ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പാണ് ആൺപാമ്പ്. സോ ഈ ആൺപാമ്പ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റയറാണ്, ഒരിക്കലും പുറത്തിറങ്ങാത്തൊരു സാധനമാണ് ഈ ആൺപാമ്പ്. സോ ഈ ആൺപാമ്പിനെ കിട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺപാമ്പിനെ ഇവർ ട്രാപ്പിലാക്കി പിടിക്കും. അതിനുശേഷം ഇതിനെ കൊല്ലും. ആ കൊല്ലാൻ നേരത്തെ ഈ കരിങ്കോലി പെൺപാമ്പ് ഒരു സൗണ്ട് ഉണ്ടാക്കും. അത് കിടന്നിങ്ങനെ കൂവും, ഒരു പ്രത്യേകതര കൂവലാണത്. അത് കിടന്നിങ്ങനെ കൂവും. സോ ഈ ഒരു കൂവലൊക്കെ കൂടിയിട്ട് നമുക്ക് ഇപ്പോഴും കേൾക്കണ്ടെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട്. അതായത് രാത്രിയാകുമ്പോൾ ഒരു കുളക്കോഴി കൂവണ പോലത്തെ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. അത് ഈ കരിങ്കോലി പാമ്പാണോ എന്ന് ശരിക്കും ആൾക്കാർക്കൊക്കെ ഡൗട്ടുണ്ട്. സോ അതവിടെ നിൽക്കട്ടെ, ഇത് പറയാം. സോ ഈ പെൺപാമ്പിനെ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കും. അപ്പോൾ ഈ പെൺപാമ്പ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിടന്ന് കൂവും. ആ കൂവണ സൗണ്ട് കണ്ടിട്ട് ഈ ആൺപാമ്പ് ഈ പെൺപാമ്പ് മെയ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണെന്നുള്ള ഒരു വിചാരണത്തിൽ ഇങ്ങനെ വരും. സോ ആ ഗ്യാപ്പിലാണ് ഈ മന്ത്രവാദികളെ കൂടിയിട്ട് ഈ ഒരു കരിങ്കോലി ആയിട്ടുള്ള ഈ ആൺ സർപ്പത്തെ പിടിക്കുന്നത്. സോ അതിനുശേഷം ഈ ഒരു സർപ്പത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ നിന്ന് അവരെന്തൊക്കെയോ വസ്തുക്കളെ ഉപയോഗിച്ച് ഈ ഒരു വിഷം വേർതിരിച്ചെടുക്കും. അതിനുശേഷം അവരവരുടെ അമ്പിലും മറ്റ് കത്തിയ ആയുധങ്ങളിലൊക്കെ ഇത് പുരട്ടിയിട്ട് ഓരോരുത്തരെ വകവരുത്തും. സോ ഈ സെയിം ടെക്നിക്ക് അല്ല പക്ഷേ ഒടിയന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഒടിയന്മാർ ഡയറക്റ്റ് ഈ ഒരു പാമ്പിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒടിയന്മാർക്ക് ഈ പാമ്പിൻ്റെ രൂപമായി മാറാൻ പറ്റും. സോ അതിനുശേഷം ഒടിയന്മാർക്ക് സ്വന്തം വിഷം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ പണ്ടത്തെ കാലത്തുള്ള കഥകളുള്ളത്. സോ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് തന്നെ കൊണ്ടുവരണം എന്നുള്ള കാര്യമില്ല. സിനിമയുടെ തന്നെ കോൺസെപ്റ്റൊക്കെ മാറ്റിയാണ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വരാം. ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. ഈ ഒരു പോസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതൊരിക്കലൊരു നമ്മുടെ കേരള ഐതിഹ്യമാലയുടെ ഒരു രീതിയിലല്ല ഒരു ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് തെക്കൻ അമേരിക്കയിൽ അവർ നിർമ്മിച്ചിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഇവിടെയും ഈ ഒരു ഇല്യൂഷൻ പോലെ ആ ഒരു രൂപത്തെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കണ്ണാടി പോലെ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരള ഐതിഹ്യ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഒരിക്കലും ഇങ്ങനെയല്ല, അത് ഇതുപോലെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ ഇറക്കിയപ്പോൾ ഉള്ള ഈ ഒരു ഫോട്ടോ ഫ്രെയിം
അത് പണ്ടത്തെ ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കിയിരുന്ന ഒരു ഫ്രെയിം പോലെയാണ്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ യൂറോപ്യൻകാർ ആരാധിച്ചിരുന്നതും ഇപ്പം നമ്മുടെ കേരളവും ആരാധിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഡാർക്ക് മിത്തോളജി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഒടിയൻ്റെ കഥയായിരിക്കില്ല ഈ വരാൻ പോകുന്നത്. സോ ഇത് തന്നെയാണ് ഏജ് ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലൂടെ ഇവർ ഒരു അർത്ഥമാക്കുന്നതും. പിന്നെ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ള, അതായത് ഒരു കണ്ണാടി പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം, പക്ഷെ അതൊരിക്കലും ഒരു കണ്ണാടിയല്ല. അത് നമ്മുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഒരു ഇല്യൂഷൻ മാത്രമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യണത്. ഒരിക്കലും അതൊരു കണ്ണാടിയല്ല. അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു രൂപമുണ്ട്. കാളയുടെ തലയും മനുഷ്യൻ്റെ ഓടലും ഈ ഗർഭിണികളുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, അതായത് ശിശുക്കളിങ്ങനെ ചുരുണ്ടിരിക്കുന്ന രീതിയിലുമുള്ള ബാക്കി ഭാഗങ്ങളും കാലുൾപ്പെടെ. സോ ഉറപ്പായിട്ട് മനസ്സിലാക്കാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയിലും ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ പൂർണ്ണ ഗർഭിണിമാരായിട്ടുള്ള സ്ത്രീകളുടെ ഭ്രൂണത്തിൽ നിന്ന് ഇത് വേർതിരിച്ചെടുത്ത് ഒടിമരുന്നുണ്ടാക്കി ഒടിയനാവുന്ന ഒരു കോൺസെപ്റ്റ്. സോ അതിവിടെ വരും എന്നുള്ള കാര്യം ഈ പോസ്റ്ററോട് തന്നെ നമുക്ക് ഉറപ്പാക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പോസ്റ്റർ കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു നോർമൽ ഒരു സ്കെൽട്ടൺ അല്ല, ഇതൊരു ഫോസിൽ കണക്കാണ്. അതായത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഒരു അവശിഷ്ടം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് ഫോസിലാക്കി ഇത് ചെയ്യും. അപ്പോൾ എങ്ങനെയാണോ ആ ഒരു എല്ല്, ആ ബോൺസ് ഇരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. അതായത് എല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ച പോലെ. സോ ഈ ഒരു ഇല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വർക്കാവാൻ ചാൻസ് ഇല്ല. കാരണം ഇതൊരു ഇല്യൂഷൻ അല്ല, നമ്മൾ എത്ര നേരം കണ്ടതുപോലെയല്ല. ഈ ഒരു സാധനം സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇല്യൂഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു സ്കെൽട്ടൻ നോർമൽ സ്കെൽട്ടൻ പോലെ ഇരുന്നേനെ. പക്ഷേ ഇതൊരു ഫോസിൽ കണക്കാണ് ഇരിക്കുന്നത്. അപ്പം ഇനി അതിനകത്തും എന്തെങ്കിലും ഒരു നിഗൂഢത ഉണ്ടാവും നമുക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് ഡീകോഡ് ചെയ്യണമെങ്കിൽ ഒരു പോസ്റ്റർ കൊണ്ട് തന്നെ കിട്ടിയിട്ട് കാര്യമില്ല. ഇനി ഒരു ടീസർ പോലെ ഇവരെന്തെങ്കിലും ഇറക്കി വിടണം. സോ ഞാൻ എന്തെങ്കിലും എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ ഇറങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് പണ്ടത്തെ നമ്മുടെ ചാനൽ പോലെ തന്നെ ഈ ഒരു ചാനൽ ഇങ്ങനെയൊക്കെ ഒന്ന് പൊക്കി കൊണ്ടുവരണം. മറ്റേ ചാനൽ ഒരു 16.2K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സോ എന്നെ അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പഴയ പോലെയൊക്കെ ഒന്ന് കൂടെ നിൽക്കാൻ ഞാനിത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. വീഡിയോസല്ല, സ്റ്റോറി ആയിട്ടൊക്കെ ഇടാം ഓരോ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്. സോ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ.